തുടരുമിലുള്ള ലാലേട്ടൻ മോഹൻലാൽ ശോഭന എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്, അല്ലെങ്കിൽ ഞാനും രേവതിയും തമ്മിലുള്ള സംസാരങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു 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 കൈൻഡ് ഓഫ് മിക്സ്ചറാണ്. അപ്പം ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയും തന്നെ പോർട്രേ ചെയ്യാനേ ലാലേട്ടനും ശോഭനയും ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഈ തുടരും അവരുടെ ഒരു റൊമാൻറ്റിക് മൂവിയൊന്നും അല്ല. കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപനമാണ് ചിന്തിക്കുന്നത് ആലോചിക്കും. ഇവിടെ കോപ്പിടിക്കുന്ന പിള്ളേരെ പിടിക്കുന്ന ഒരാളാണ് ഇത് ചിന്തിക്കണമെന്ന് ആലോചിക്കണം. അപ്പം ഞാൻ അങ്ങനെ കോപ്പിയെങ്കിലും അടിക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു പെൺകുട്ടി ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ പോയി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഹായ് നല്ല രസമുള്ളൊരു കുട്ടി, ഇത് എൻ്റെ അപ്പുറത്ത് വന്നിരിക്കുകയും ചെയ്തു. എനിക്കറിയില്ല ഇതാണ് ആക്ച്വലി ഓപ്പറേഷൻ ചാവല ബിനു പപ്പുവിൻ്റെ ട്രാക്ക്. PSC ടെസ്റ്റ് എഴുതാൻ വേണ്ടി പോയിരുന്നപ്പോൾ തൊട്ടപ്പുറത്തിരുന്ന അതിൻ്റെ അതൊരു ലൈഫുള്ളത് എൻ്റെ ലൈഫിൽ നിന്ന് എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും കാണുന്ന ഒരു നാടക കലാകാരനോ അല്ലെങ്കിൽ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ കഥകളി ആർട്ടിസ്റ്റോ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ മോൾഡ് ചെയ്ത് എനിക്ക് വേണ്ട ക്യാരക്ടർ ആക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്ടർ കുപ്പായം ഇട്ട് അവിടെ ഇരിക്കരുത്. ഇപ്പോൾ എനിക്ക് അന്ന് വൈകുന്നേരം മുതൽ തന്നെ നിർത്താണ്ട് 2 ദിവസം ഫുൾ അതേ കോളുകൾ തന്നെ അച്ഛന് നാഷണൽ അവാർഡ് കിട്ടിയ പോലെ തന്നെയാണ് അച്ഛനും കിട്ടിക്കൊണ്ടിരുന്നത്. അത് നമ്മുടെ പുള്ളിയുടെ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്ത പോലെ മൂവ്മെൻ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. എനിക്ക് തോന്നുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ലാലേട്ടനൊപ്പം ഒരു കോമ്പിനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ മൈ ഗോഡ് ഐ കാൻ ഇമാജിൻ തരുൺ, അത് എന്തൊരു വാലിഡേഷൻ എക്സൈറ്റ്മെന്റ് ഒക്കെ. ക്യാൻ യു ടെൽ മീ അബൌട്ട് ദാറ്റ് മൂമെന്റ് വെൻ യു റിസീവ് ദി അവാർഡ്? രേവതി കൂടി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പം സൗദി വെള്ളയ്ക്ക് എനിക്ക് ഭയങ്കര പേഴ്സണലി ഞാൻ വർക്ക് ചെയ്ത് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് സിനിമയായിട്ട്. അതിൻ്റെ അകത്ത് ഇമോഷൻസ് ആൻഡ് ആക്ടേഴ്സ് ടെക്നീഷ്യൻസ് എല്ലാവരുമായിട്ട് ഭയങ്കര പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ആണ് ആ സിനിമയ്ക്ക്. അത് ഒരു പരിധി വരെ എനിക്ക് ഭയങ്കര ഡാമേജുമാണ് ആ സിനിമ. എന്ന് വെച്ചാൽ അത്രയും പേഴ്സണൽ ആവരുതൊരു സിനിമ. കാരണം അതിൻ്റെ അകത്ത് ആദ്യം അഭിനയിക്കാമെന്നൊരു ഉമ്മയായിട്ട് കാസ്റ്റ് ചെയ്തൊരു ലേഡി മരണപ്പെട്ടു പോയി. അതെന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഹോണ്ട്. ഞാനെന്തോ അവർക്ക് അവരുടെ ലൈഫിലൊരു മൊമെൻറ്റ് ഫുൾഫിൽ ചെയ്യാണ്ട് പോയി എന്നൊക്കെ പറയുന്ന തോട്ടായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ അതിൻ്റെ അത് അഭിനയിക്കാമെന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ബിഫോർ റിലീസ് എന്നിൽ നിന്ന് അകന്നുപോയി. അവരുമൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. എൻ്റെ ഫാമിലിയായിട്ട് അവർ അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗദി വെള്ളയ്ക്ക ഞാൻ മേക്ക് ചെയ്തിരിക്കുന്നത് പോലും സ്വന്തം ഹൃദയത്തിൽ നിന്നാണ് വേണമെങ്കിൽ പറയാം. ഞാൻ ഓപ്പറേഷൻ ചാവ തലച്ചോറിൽ നിന്നും സൗദി വെള്ളയ്ക്ക ഭയങ്കര ഹൃദയത്തിൽ നിന്നുമാണ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തൊരു സിനിമ നാഷണൽ അവാർഡിൽ പോയി. അതൊരു ബെസ്റ്റ് മലയാളം ഫിലിം എന്ന് പറയുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എത്ര പേർക്ക് വർക്കൗട്ടായി എത്ര പേർക്ക് വർക്കൗട്ടായില്ല എന്നുള്ളതൊക്കെ സെക്കൻഡറി. ഫോർ മീ എനിക്കൊപ്പം നിന്ന് ആ മനുഷ്യർക്ക് അല്ലെങ്കിൽ എന്നിൽ നിന്ന് അകന്നുപോയ മനുഷ്യർക്ക് ഞാൻ കൊടുത്ത ഒരു ട്രിബ്യൂട്ടാണ് ആ നാഷണൽ അവാർഡ് എന്നുള്ളതാണ് ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഭയങ്കരമായിട്ട് തന്നെ പല കാര്യങ്ങളും ആ സിനിമ ഹോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ ഈ സിനിമയിലേക്ക് തുടരുമിലേക്ക് വരുമ്പോൾ വാസ് ദ സ്ട്രാറ്റജി ഡിഫറെൻറ്റ്? അല്ല, ഇനി എല്ലാ സിനിമയും എനിക്ക് പ്രൊഫഷണലാണ്. പ്രൊഫഷണൽ അപ്പോൾ ഞാൻ അങ്ങനെ ആക്ഷൻ കട്ടുകൾക്കിടയിലെ ആർട്ടിസ്റ്റുകളായിട്ട് റിലേഷൻ കീപ്പ് ചെയ്യുന്നുള്ളൂ, ടെക്നീഷ്യൻസായിട്ട് റിലേഷൻ കീപ്പ് ചെയ്യുന്നുള്ളൂ. ഒന്നും അങ്ങനെ ലോങ് റൺ ഞാൻ അവരോട് 100% സിൻസിയറാണ്. ആ സ്ക്രിപ്റ്റിനോട് 100% സിൻസിയറാണ്. പ്രൊഡ്യൂസറോടും എല്ലാവരോടും ഞാൻ 100% സിൻസിയറാണ്. പക്ഷേ അതൊന്നും ഞാൻ ടേക്ക് അവേ ചെയ്യുന്നില്ല. അവിടെ കട്ട് വിളിച്ച് പാക്കപ്പ് വിളിച്ച് ഡേ പോകുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിത്ത് മൈ ഫാമിലി, എൻ്റെ 2 മക്കൾ, അതങ്ങനെ മതി എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് പലതും പിന്നീട് കാരണം നമുക്കറിയില്ല അവരൊക്കെ എങ്ങനെയാണ് നമ്മളെ കാണുന്നത്. ഇത് ചിലപ്പോഴും പല ഈഗോസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചില പിണക്കങ്ങളുണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കുടുംബമായിട്ട് ഒതുങ്ങുക. വർക്കിൽ വരുമ്പോൾ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കാനാണ്. ഈ ഡിറ്റാച്ച്മെന്റ് നിന്ന് ഞാൻ നേരെ അറ്റാച്ച്മെന്റിലേക്ക് പോട്ടെ, ലവ് സ്റ്റോറിയിലേക്ക് പോട്ടെ. എനിക്കറിയാം ഒരു ഫിലിം ഗ്യാപ്പ് ഉണ്ട്. കാരണം എനിക്ക് രേവതിനെ മീറ്റ് ചെയ്തതും എവിടെയാണ് നിങ്ങളുടെ ലവ് സ്റ്റോറി ബ്ലോസം ചെയ്തതെന്ന് എനിക്കറിയില്ല. സോ കൻ യു പ്ലീസ് ടെൽ മീ അബൌട്ട് ഇറ്റ്? എനിക്ക് ഞാൻ രേവതിനെയൊക്കെ മീറ്റ് ചെയ്യുന്ന മുന്നേ എനിക്കൊരു ലവ് സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പം അത് കോളേജ് ലൈഫിൽ എനിക്ക് ലവ് സ്റ്റോറി ആണ്. ഭയങ്കര ഹാർട്ട് സ്ട്രോങ് ലവ് സ്റ്റോറിയാണ്. അപ്പോൾ അതൊരു വലിയ ബ്രേക്കപ്പ് സ്റ്റോറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടായിട്ടുള്ള ലവ് സ്റ്റോറി. അത് സോക്കോൾഡ് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഭയങ്കര ക്ലീഷേ ലവ് സ്റ്റോറി തന്നെയാണ് അത്. Why would you call it a big breakup? അത് സംഭവം ഞാൻ എൻ്റെ 21-ാം വയസ്സിൽ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ അതൊരു ക്രിസ്ത്യൻ ഹിന്ദു എന്നൊക്കെ പറയുന്ന സോക്കോൾഡ് ക്ലീഷേ ലവ് സ്റ്റോറി ടാഗിൽ അതിങ്ങനെ പല വഴിക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായിരുന്നു എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അടി. അപ്പം ഞാൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്ന, അല്ലെങ്കിൽ ലൈഫിൽ ഇങ്ങനെയുള്ള ഇമോഷൻസൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ 21-ാമത്തെ വയസ്സിലാണ്.
അപ്പം അതിനുശേഷം എനിക്ക് ഇതിനേക്കാൾ വലുതൊന്നും ഇനി ലൈഫിൽ വരാനില്ല എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡിലായിരുന്നു ഞാൻ ഓരോ കാര്യങ്ങളും ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ എന്താ പറയുക, ആളുകൾ കാണുമ്പോഴാണ് ചില ലോസസ്, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ മരണങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ ഞാൻ ഇതിനേക്കാൾ വലിയ ലോസ് ലൈഫിൽ സംഭവിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഐ എം ഓക്കെ, എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റും, അല്ലെങ്കിൽ അതിനപ്പുറത്ത് അങ്ങനെ എന്തൊക്കെയോ ഒരു ഫയറൊക്കെ ഉള്ളിലുണ്ടായിരുന്നത് ആ ബ്രേക്കപ്പാണ്. അപ്പോൾ ആ ബ്രേക്കപ്പിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരാളെ കണ്ടെത്തണം എന്ന് പറയുന്ന ഒരു ത്വര ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നല്ല രീതിയിലൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നു ഭയങ്കര നമ്മുടേതാണ്, അല്ലെങ്കിൽ നമുക്ക് എൻ്റെ കൂടെ വേണ്ട ഒരാളാണെന്ന് തോന്നുന്ന ഒരാളെയും പിന്നീട് ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കേപ്പിൻ്റെ കോളേജിലാണ് പഠിപ്പിക്കുന്നത്. അപ്പം കേപ്പിൻ്റെ ഒരു പെർമനൻ്റ് ആളുള്ളൊരു ടെസ്റ്റ് നടക്കുന്നുണ്ട് ഇവിടെ, സെൻറ്റ് തെരേസാസിലാണ് വരുന്നത്. അപ്പം ഞാൻ വൈക്കത്തുനിന്ന് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ടെസ്റ്റ് ചെയ്തു. അപ്പം എൻ്റെ ആ സമയത്ത് ഒരു ഷോർട്ട് ഫിലിമൊക്കെ വർക്ക് നടക്കുന്നത്. അപ്പം ഞാൻ പഠിച്ചിട്ടേ ഇല്ല ടെസ്റ്റിന്. എനിക്കവിടെ ജോലിയും വേണ്ട, കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് സിനിമയിലെത്തണം. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ആ ഇൻ്റർവ്യൂ വെറും വേസ്റ്റാണ്. പക്ഷേ എൻ്റെ വീട്ടുകാർക്കൊക്കെ അത് എങ്ങനെയെങ്കിലും ഇവനത് പെർമനൻ്റ് ആക്കി അവൻ്റെ ലൈഫ് സെറ്റിലാവുമെന്ന്. പക്ഷേ ഞാൻ ഒരു രീതിയിലും പ്രിപ്പയർ ആയിട്ടില്ല. ഞാൻ ഈ ടെസ്റ്റിന് സെൻറ്റ് തെരേസാസിൽ കയറി ഇരിക്കുമ്പോഴത്തേക്കും എൻ്റെ അപ്പുറത്തെ സീറ്റ് ബ്ലാങ്കാണ്, ബാക്കിലെ സീറ്റും ബ്ലാങ്കാണ്. അപ്പം ഇത് കോപ്പി അടിക്കാനെങ്കിലും പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഇത്. എങ്ങനെ ഇവർ മറ്റേ OMR ഷീറ്റ് മാർക്കിംഗ് ആണല്ലോ, എന്തെങ്കിലും എഴുതി വെക്കണമല്ലോ. അപ്പോൾ അടുത്തിരിക്കുന്ന ആരെങ്കിലും അറിയാവുന്ന ഒരാൾ വന്നിരുന്നിരുന്നെങ്കിൽ ഭയങ്കര സമാധാനം എന്ന് പറഞ്ഞിട്ട് കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ചിന്തിക്കണമെന്ന് ആലോചിക്കും. ഇവിടെ കോപ്പി അടിക്കുന്ന പിള്ളേരെ പിടിക്കുന്ന ഒരാളാണ് ഇത് ചിന്തിക്കണമെന്ന് ആലോചിക്കണം. അപ്പം ഞാൻ അങ്ങനെ കോപ്പിയെങ്കിലും അടിക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു പെൺകുട്ടി ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ പോയി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല രസമുള്ളൊരു കുട്ടി ഇത് എൻ്റെ അപ്പുറത്ത് വന്നിരിക്കുകയും ചെയ്തു. അപ്പം ഞാൻ അറ്റൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി, അറ്റൻഷൻ സീക്കർ ആണല്ലോ, അറ്റൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മൂളുന്നുണ്ട്, ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം ബെല്ലടിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവള് ഒടുക്കത്തെ കറപ്പിക്കില്ല, ഇങ്ങനെ മാർക്ക് ചെയ്ത് എനിക്കിത് ഫോളോ ചെയ്യാൻ പോലും പറ്റില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് A സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും ഇത് B സെറ്റ് രണ്ടും. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ടും കാര്യമില്ലെന്നാണ്. അപ്പം ഇവള് നോക്കുമ്പം ഞാൻ നോക്കുമ്പോൾ കാൽക്കുലേറ്ററൊക്കെ എടുത്ത് വെച്ച് ഭയങ്കര കണക്ക് കൂട്ടൽ കാര്യങ്ങൾ ഭയങ്കര പ്രിപ്പയർ ചെയ്ത് പോകുന്നു. പിന്നെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഞാൻ എനിക്കറിയാവുന്നൊക്കെ മാർക്ക് ചെയ്ത് പോകാം. അപ്പോൾ ഇവള് ഇത് കഴിഞ്ഞ് നേരെ വീണ്ടും ക്രോസ് ചെയ്ത് പോയപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, ആരാണ്. അപ്പം ഞാനിങ്ങനെ പുറകെ ഇങ്ങനെ ഇറങ്ങിച്ചെന്ന് ഞാനിങ്ങനെ ആ കുട്ടീനെ ഒന്ന് കണ്ടുപിടിക്കണമെന്ന് ഓർത്തിങ്ങനെ ബാക്കിലേക്ക് ഇറങ്ങിപ്പോയി. അപ്പം ഒരു എത്തിയോസിൽ കയറി ഒരു വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് പോയി. അപ്പോൾ അതിൻ്റെ അകത്തൊരു അമ്മയും മോളും ഇരിപ്പുണ്ട്. പക്ഷെ എനിക്കിത് ആരാണ് എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പം ഞാൻ അവിടെ ഇരിക്കുന്ന എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ട്സ് ഒരു പെൺകുട്ടി വന്ന് അത് ആരാണ്, ഏത് കോള, അപ്പോൾ അപ്പോൾ ഞങ്ങളിങ്ങനെ പെൺകുട്ടീനെ കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുള്ളൂ വാളിൽ ഇങ്ങനെ രജിസ്റ്റർ നമ്പറും പേരും. അപ്പോൾ അതിങ്ങനെ രേവതി റോയ്. അപ്പം ഞാൻ റോയി എന്ന് കണ്ടപ്പോൾ ഞാൻ ഇനി വീണ്ടും എനിക്ക് വയ്യ, ഇനി ഇതുപോലത്തെ ഇമോഷനൊന്നും കയറി പിടിക്കാൻ വയ്യാന്ന്. പക്ഷെ എന്നാൽ ഞാൻ കല്യാണം കഴിക്കുവാണെങ്കിൽ, ലിറ്ററലി കല്യാണം കഴിക്കുവാണെങ്കിൽ ഇതേപോലത്തെ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കണമെന്ന് ഓൺ സ്പോട്ടിൽ ഞാൻ പറഞ്ഞു എന്നുള്ളത് ഫ്രം ദ ഷുവറാണ്. ഞാൻ ഓൺ സ്പോട്ടിൽ പറഞ്ഞു കല്യാണം കഴിക്കുവാണെങ്കിൽ ഇതുപോലത്തെ പെൺകുട്ടീനെ കല്യാണം കഴിക്കണം. നെക്സ്റ്റ് ഡേ മുതൽ ഈ രേവതി റോയിന് ഫേസ്ബുക്കിൽ തപ്പുമല്ലോ, ഞാൻ ഫേസ്ബുക്കിൽ തപ്പി. പക്ഷേ അങ്ങനെ ഒരു പ്രൊഫൈലൊക്കെ ലോക്ക്ഡാണ്, എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഫോട്ടോസ് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, പോയി. ഇനി ഒരിക്കലും കാണാൻ പറ്റുന്നതല്ല, ആളെവിടെയാണെന്ന് അറിയാൻ പാടില്ല, എവിടെയോ കോട്ടയത്ത് എവിടെയുള്ള ആളാണെന്നറിയാം. പിന്നെ പുന്നപ്പുറ എഞ്ചിനീയറിംഗ് കോളേജിൽ എവിടെയോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് വേറൊരു ഐഡിയ ഇല്ല. എൻ്റെ സമയം നല്ലതിനാണെന്നറിയില്ല. 3 ദിവസം കഴിഞ്ഞപ്പം ഈ കേപ്പ് അന്ന് നടത്തിയ ടെസ്റ്റ് കാൽക്കുലേറ്റർ പല സ്ഥലങ്ങളിലും യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് അവർ ക്യാൻസൽ ചെയ്തു. വീണ്ടും ടെസ്റ്റ് പോയിന്റ്. ഞാൻ എന്നെ സംബന്ധിച്ചത് അതായിരുന്നു ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്. അപ്പം ഇവളെ കണ്ടുപിടിക്കണം, ഇവൾ ആരാണെന്നറിയണം, എന്താണെന്നറിയണം എന്ന് പറഞ്ഞ് വീണ്ടും ഒരു 1 മന്തിന് ശേഷം വീണ്ടും ഇതേ കോളേജിൽ തന്നെ വെച്ചിട്ട് ഞങ്ങൾക്ക് വീണ്ടും ടെസ്റ്റ് നടത്തുന്നു. എൻ്റെ തൊട്ടപ്പുറത്ത് ഇവൾ വീണ്ടും വന്നിരിക്കുന്നു. അന്ന് കുറച്ചും കൂടി ആളാരാണ്, എവിടെ നിന്നാണ് എന്നൊക്കെ ഡീറ്റെയിൽസൊക്കെ കുറച്ചും കൂടി കണ്ടെത്തി. പക്ഷെ അന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഇവളെ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, നീ അന്ന് എന്നെ കണ്ടിട്ടില്ലേ, നീ എന്നെ ശ്രദ്ധിച്ചില്ലേ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് എപ്പോഴും പറയണത്. കള്ളമാണെന്നാണ്. പക്ഷേ അന്നത്തെയും ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു പോയി. അപ്പോഴും അറിയില്ല, അപ്പോഴും എനിക്ക് കുറച്ചും കൂടി ആളെപ്പറ്റി ക്ലാരിറ്റി കിട്ടി. ഇങ്ങനെ ഒരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കോട്ടയത്തുള്ള ആളാണ്, രേവതി റോയ് എന്നാണ് പേരെന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് സ്കെച്ച് കിട്ടി. ഇത്
അതെൻ്റെ തലയിൽ വരച്ചതായിരുന്നുകൊണ്ട് തന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പഠിക്കുന്ന അതേ കോളേജിൽ ഇവൾ ഇൻ്റർവ്യൂവിന് വന്ന് നിൽക്കുന്നു. പഠിപ്പിക്കുന്ന കോളേജ്. അപ്പോൾ അവൾക്ക് കോട്ടയത്തായതുകൊണ്ട് മറ്റേത് പുന്നപ്പുറ വരാൻ പോകുന്നത് ഭയങ്കര ദൂരമായതുകൊണ്ട് ഈ കോളേജിലേക്ക് ഇൻ്റർവ്യൂവിന് വരാൻ വേണ്ടി കിടങ്ങൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്ന് ഇൻ്റർവ്യൂവിന് വന്ന് നിൽക്കുന്നു. അപ്പോൾ ഞാൻ നോക്കും, അന്ന് കുറച്ചും കൂടിയൊക്കെ ആൾ ക്ഷീണിച്ചു. അപ്പോൾ ഞാൻ അന്ന് ഭയങ്കരമായിട്ട് വണ്ണം വെച്ചൊക്കെ ഇരുന്ന ആള് അങ്ങനെ. പക്ഷേ ഇൻ്റർവ്യൂ കയറി. അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂവിൽ കയറി ഇവളെ ഇനി എടുത്തിട്ടുണ്ടോ എന്നറിയാമെന്നുള്ളതാണ് ഞാൻ എല്ലാ ദിവസവും അവിടെ തെച്ചുകൂടി പോയി ആരൊക്കെ ഇൻ്റർവ്യൂവിന് കയറിയിട്ടുണ്ട് മിസ്സേ എന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ വന്നപ്പം രേവതി റോയിയുടെ പേര് ലിസ്റ്റിൽ കിടപ്പുണ്ട്. പിന്നെയും എൻ്റെ തലവരായതുകൊണ്ട് തന്നെയാണ് ഒന്നും ട്രൈ ചെയ്തില്ല, എങ്ങനെയെങ്കിലും ക്ലിയർ അതിലൊന്നും ചെയ്തില്ല. അത് വന്ന് ഞാനിരിക്കുന്ന ടേബിളിൻ്റെ തൊട്ടപ്പുറത്തെ ടേബിളിൽ പുള്ളിക്കാരി വന്ന് ഇരിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് ഇതുപോലെ തന്നെ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ സിനിമ ട്രൈ ചെയ്യുന്ന ആളാണെന്നൊക്കെ പറയുന്ന ഇങ്ങനെ സംസാരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യണം, അങ്ങനെയാണ് ഈ പറയുന്ന സിനിമയിൽ എങ്ങനെയൊക്കെ എത്തണം, റൈറ്റിംഗ് ഒക്കെ നോക്കുന്നുണ്ടെന്നൊക്കെ ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴും അത് മൈൻഡ് ചെയ്തൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് സിനിമകൾ ന്യൂ സിനിമകൾ വല്ലതും ഉണ്ടെങ്കിൽ പെൻ ഡ്രൈവിൻ്റെ അകത്താക്കി എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് റിലീസ് ചെയ്തിട്ടുള്ള സിനിമകൾ 2-3 ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ പെൻ ഡ്രൈവിൻ്റെ അകത്താക്കി കൊടുക്കുന്നു. പക്ഷേ അവിടെ ഒരു ദൂരത്തിൻ്റെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഡിഫിക്കൽട്ടീസ് കാരണം പുള്ളി 2 ആഴ്ചയെ അവിടെ വർക്ക് ചെയ്തുള്ളൂ. ആ 2 ആഴ്ചക്കുള്ളിൽ ശരിയാക്കി. ഇതാണ് ആക്ച്വലി ബിനു. അതെ, അങ്ങനെ സംസാരിച്ചു. പക്ഷേ രേവതിനെ ഒന്ന് കാണണം. പക്ഷേ സംസാരം എന്ന് വെച്ചാലും പിന്നീട് നമ്മൾ ഓൾറെഡി അപ്പം ആ 2 വീക്സ് സമയത്ത് നമ്മൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ ഉണ്ടായി, പിന്നെ മെസ്സേജ് അയക്കലുണ്ടായിരുന്നു. പിന്നെ ഏതോ ഒരു മൊമെന്റിൽ മുന്നോട്ട് പോയാലോ എന്ന് തോന്നി. അപ്പം പിന്നെ ഞങ്ങൾ രണ്ട് വീട്ടിലും സംസാരിച്ചു. വൺ ട്രാക്ക് മൈൻഡ് ആണ് ബേസിക്കലി. മനസ്സിൽ ഒരിക്കൽ രേവതി കയറിയതാണ്. സീ ഹൗ ഇറ്റ് ഹാപ്പൻ. മാനിഫെസ്റ്റേഷൻ. യു ബിലീവ് ഇൻ ഇറ്റ്? അതാണ്, അങ്ങനെ തന്നെ വേണം പറയാൻ. എനിക്കറിയില്ല, ഇതാണ് ആക്ച്വലി ഓപ്പറേഷൻ ചാവല ബിനു പപ്പുവിൻ്റെ ട്രാക്ക്. PSC ടെസ്റ്റ് എഴുതാൻ വേണ്ടി പോയിരുന്നപ്പോൾ തൊട്ടപ്പുറത്തിരുന്ന അതിൻ്റെ അതൊരു ലൈഫുള്ളത് എൻ്റെ ലൈഫിൽ നിന്ന് എടുത്തുകൊണ്ടാണ്. ഇതുപോലെ ഈ മോഹൻലാലും ശോഭനയുടെ ഡൈനാമിക്സ്, കാരണം ഇത് യുണീക്കാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു റൊമാൻസ് ആംഗിൾ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ജാവയിലും ഇല്ല, സൗദി വെള്ളക്കിലും ഇല്ല. അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ ഈ റൊമാൻസ് എന്നുള്ള ഒരു ഏരിയ ടഫായിട്ടുള്ള ഒരു ഏരിയ അല്ലാതെ എനിക്കിപ്പോൾ മനസ്സിലായി കഥ കേട്ട് കഴിഞ്ഞപ്പോൾ. പക്ഷെ ഇതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നോ? കാരണം മെച്യൂർഡ് അഡൾട്ട്സ് എന്ന നിലയ്ക്കാണ് മിഡിൽ ഏജ് ലവ് സ്റ്റോറി എന്ന് പറയുന്നത്. ഞാൻ കാണുന്ന എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വീട്ടിൽ ഞാൻ പറഞ്ഞത് എക്സ്പ്രസ് ചെയ്യാന്നുള്ളതല്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഹെൽപ്പിംഗ് എന്നൊക്കെ തന്നെയാണ് ഈ മിഡിൽ ഏജ് ലവ് സ്റ്റോറിയുടെ ഒരു ബ്യൂട്ടിഫുൾ ഉള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില സൈലൻസുകൾ, ചില പിണക്കങ്ങൾ ഒക്കെ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. അപ്പം ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയും തന്നെ പോർട്രേ ചെയ്യാനേ ലാലേട്ടനും ശോഭനയും ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഈ തുടരും അവരുടെ ഒരു റൊമാൻറ്റിക് മൂവിയൊന്നുമല്ല, അവരുടെ ഒരു കെമിസ്ട്രി അതിൻ്റെ ഒരു പാർട്ടാണെന്നേ ഉള്ളൂ. അപ്പം അതും സിനിമയിലൊരു മേ ബി ഒരു 20-25 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ ആ ഒരു പാർട്ട്. പക്ഷെ അത് ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകൾ ഞാൻ സിനിമയിലാക്കണം. ഞാൻ എനിക്കൊരിക്കലും രാജമൗലി സാർ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ശങ്കർ സാർ ചെയ്യുന്ന പോലെയോ ഒന്നും ബിയോണ്ട് അവർ കാഴ്ചപ്പാടിന് അപ്പുറത്തേക്കുള്ള സിനിമകൾ ക്രിയേറ്റ് ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ ഇതുവരെയുള്ള എൻ്റെ 36 വയസ്സാണ്. ആ 36 വയസ്സിൽ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളിൽ നിന്നാണ് ഞാൻ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കുന്നതും സീനുകൾ കൊറിയോഗ്രഫി ചെയ്യണം. അപ്പം ഇപ്പോൾ തുടരുമിലുള്ള ലാലേട്ടൻ മോഹൻലാൽ ശോഭന എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്, അല്ലെങ്കിൽ ഞാനും രേവതിയും തമ്മിലുള്ള സംസാരങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു കൈൻഡ് ഓഫ് മിക്സ്ചറാണ് ഈ തുടരുവിലെ ലാലേട്ടൻ ശോഭന കോമ്പിനേഷൻ. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ അച്ഛൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അച്ഛൻ കുറേ പിവറ്റൽ പോയിന്റ്സിൽ മൊമെന്റ്സ് ഇൻ ലൈഫിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ ഓഫ് ദ റെക്കോർഡ് വെറുതെ ഇരുന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. ബട്ട് ഐ വുഡ് ലൈക്ക് യു ടു എക്സ്പ്ലെയിൻ അതെന്താണ്, വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ഹി ഹാസ് ടോൾഡ് യു ആൻഡ് യു ടോൾഡ് മീ അച്ഛനാണ് ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തിയെന്നും. സോ വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ഹി ഹാസ് ദാറ്റ് ഹാസ് ഷേപ്ഡ് യു? ഞാനിപ്പോൾ ഒരു 3 സിനിമകൾ സംവിധാനം ചെയ്തു എന്ന് പറയുമ്പോഴും ഞാൻ ആ 3 സിനിമകളും 100% ജെന്യുവിനാണ്. ഒരിക്കലും അതിൻ്റെ അതൊരു ഫേക്ക് അല്ല. ഞാൻ ഈ പറയുന്ന പോലെ ആ സിനിമയ്ക്ക് എന്താണോ ആവശ്യം ആ സിനിമയ്ക്ക് വേണ്ടി 100% ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ടെക്നീഷ്യൻസ് എൻ്റെ ആർട്ടിസ്റ്റിനെ ഞാൻ 100% വാങ്ങിയെടുത്തിട്ടുമുണ്ട്. ആ ഒരു അങ്ങനെ ഇപ്പം എൻ്റെ അച്ഛൻ നാടകങ്ങൾ ചെയ്യുന്ന ആളാണ്. അതുപോലെ അമച്ചുറായിട്ടുള്ള തിയേറ്റർ പ്ലേസ് ചെയ്യുന്ന ആളാണ്. ചെറുപ്പകാലങ്ങളിൽ അവർ നാടകങ്ങളിൽ നിന്ന് ഭയങ്കരമായ ഹൈ കണ്ടെത്തിയ ആളുകളാണ്. പിന്നെ ജോലി കാര്യങ്ങളായിട്ട് പോയി ഷിപ്പ് യാർഡിലൊക്കെ പോയി ജോലിക്ക് പോയ ആളാണെങ്കിൽ പോലും
അവിടുത്തെ ക്ലബ്ബുകളിൽ നിന്ന് അവർ ആ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ജെനുവിനായിട്ടാണ് ആ ഓരോ അപ്രോച്ചിനെയും അവർ ചെയ്യുന്നത് എന്നുള്ളത് ചിലപ്പം ഇപ്പം ഷിപ്പ്യാർഡിലെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിന് 7 മണിക്ക് വീട്ടിൽ നിന്ന് പോകും, 9:30-10 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തും വൈക്കം. അപ്പം ഒരു 1 hour ട്രാവലൊക്കെ ചെയ്ത് വരും. അവിടെ ഉള്ള റിക്രിയേഷൻ ക്ലബിൻ്റെയൊക്കെ നാടകങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അച്ഛൻ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസങ്ങളൊക്കെ വീട്ടിൽ വരാണ്ട് അതിന് വേണ്ടി തന്നെ കംപ്ലീറ്റ്ലി നിൽക്കുന്നത് ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. അത് അത്രയും ഹാപ്പിനെസ് അതിൻ്റെ അകത്ത് ഉള്ളതുകൊണ്ടാണല്ലോ അതങ്ങനെ ചെയ്യുന്നത്. അത് തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഓരോ മൊമെൻറ്റിലും ഈ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അത്രയേറെ സിൻസിയർ ആകാൻ എന്നെ അവരൊക്കെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ എന്നെ ആദ്യമായിട്ട് 4ാമത്തെ വയസ്സിൽ എന്നെ സ്റ്റേജിൽ കയറ്റുന്നത് അച്ഛനാണ്. ഞാനൊരു വലിയ ക്രൗഡിൻ്റെ മുന്നിൽ നിന്ന് കിളി ചിലക്കുന്ന ശബ്ദവും അല്ലെങ്കിൽ പൂച്ചകരയുടെ ശബ്ദവും ഒക്കെ ചെയ്താണ് ഞാൻ ആദ്യം തുടങ്ങുന്നത്, മിമിക്രി എന്ന പേരിൽ. അന്ന് എനിക്ക് സ്റ്റേജിൽ കയറാൻ നേരത്ത് മോനെ ധൈര്യമായിട്ട് ചെയ്യടാ എന്ന് പറഞ്ഞൊരു ഷോൾഡറിലുള്ളൊരു പുഷുണ്ടല്ലോ, അത് ഭയങ്കര പവറാണ്. ഇപ്പം നമ്മളെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ സമയങ്ങൾ, കഥകളി, ഞാനൊരിക്കലൊരു എൻ്റെ സിനിമ ബാക്ക്ഗ്രൗണ്ടിലോ ഒന്നും ഒരു കഥകളി ആരുമില്ല. എൻ്റെ മുത്തശ്ശന്മാരോ വെളിച്ചന്മാരോ ആരും കഥകളി ആർട്ടിസ്റ്റൊന്നുമല്ല. വൈക്കം എന്ന് പറയുന്ന ഒരു അമ്പലം അവിടെ ഉള്ളതുകൊണ്ടും വൈക്കത്തെ അമ്പലത്തിൽ ഈ പറയുന്ന കഥകളി ഉള്ളത് കൊണ്ടും എനിക്കെന്തോ ആ കളേഴ്സിനോടും ആ മേളത്തിനോടുള്ള ഭ്രമത്തിൻ്റെ പുറത്ത് 3ാമത്തെയോ 4ാമത്തെയോ വയസ്സിൽ കഥകളി കാണാൻ ഇരുന്നതാണ് എനിക്കുള്ള ആകെയുള്ള ഓർമ്മ. പക്ഷേ എല്ലാ കുട്ടികളും ഇപ്പോൾ എൻ്റെ മക്കൾ വരയ്ക്കുന്നത് സ്പൈഡർമാനും സൂപ്പർമാനൊക്കെയാണ്, പക്ഷേ ഞാനന്ന് വരച്ചുകൊണ്ടിരുന്നത് കഥകളി രൂപങ്ങളാണ്. അപ്പോൾ ഇവൻ എന്താണ് കഥകളി രൂപങ്ങൾ ഇങ്ങനെ വരയ്ക്കുന്നത്, ഇവൻ എന്താണ് ഇത്രയേറെ ഹരവുള്ളതെന്ന് മനസ്സിലാക്കി എന്നെ ഒരു 7ാമത്തെ വയസ്സിൽ കൊണ്ടുപോയി കേരള കലാഭവൻ എന്നുള്ളൊരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി അവർ കഥകളി പഠിപ്പിക്കാൻ ചേർത്തു. അവിടെ ഞാൻ കഥകളി പഠിച്ചു. ഇവൻ ഒരു 16 വർഷത്തോളം ഐ ആം എ ട്രെയിൻഡ് കഥകളി ആർട്ടിസ്റ്റ്. ഞാൻ അമ്പലങ്ങളിൽ പോയി പെർഫോം ചെയ്ത് കാശ് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം എൻ്റെ വീട്ടിലില്ല. പക്ഷേ അവരെന്നെ അമ്പലങ്ങളിൽ പോയി കഥകളി ചെയ്യാനും വേഷങ്ങൾ കെട്ടാനും ഉറക്കം ഒളിക്കാനും, അല്ലെങ്കിൽ ഞാൻ പോകുന്ന കഥകളിക്ക് അച്ഛൻ ലീവ് എടുത്ത് അമ്പലങ്ങളിൽ വന്ന് ഉറങ്ങാണ്ടിരിക്കാനും ഒക്കെ ഉള്ളൊരു, അപ്പോൾ എനിക്ക് വേണ്ടി അവരത് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പം ഒരു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പോവുക എന്ന് പറയുന്നത് ലക്ഷങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നും അറിയാൻ പറ്റുമോ? ഞങ്ങളെപ്പോലത്തെ ഒരു മിഡിൽ ഏജ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഒരു കഥകളി പെർഫോമൻസ് ഉപജില്ല, ജില്ല, സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് പോകും. അപ്പോൾ അത് വേണമെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ പേരിൽ അവർക്ക് വേണമെങ്കിൽ മാറ്റി വെക്കായിരുന്നു. അവരൊരിക്കലും എനിക്ക് വേണ്ടി മാറ്റി വെച്ചില്ല. അവന് കിട്ടുന്ന എക്സ്പോഷർ കിട്ടട്ടെ, അവനത് എൻജോയ് ചെയ്യട്ടെ എന്ന് പറയുന്ന മൈൻഡിൽ. അന്ന് ഞങ്ങൾക്കൊന്നും ഈ പറയുന്ന, ഞാൻ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്നത് ഞങ്ങൾക്ക് കാറൊന്നുമില്ല. അപ്പോൾ അന്ന് ഈ പറയുന്ന ഫാൻസി ഡ്രസ്സിനും മോണാക്ടിനൊക്കെ പോകുന്ന ഒരു ലാംബി സ്കൂട്ടറിൽ സാധനങ്ങളൊക്കെ വെച്ച് കിട്ടി ഞാൻ ഫ്രണ്ടിലും അമ്മ ബാക്കിലും ഒക്കെ ഇരുന്നിട്ടാണ് എന്നെ യൂസ്. അപ്പം അതൊരു ഭയങ്കര, അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ തരുമൂർത്തി ഇല്ല. അപ്പം ഞാൻ അവർ ആർട്ടിനോടും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രൊഫഷനോടും ഒക്കെ കാണിക്കുന്ന ഒരു സിൻസിയറിറ്റി കണ്ടിട്ടാണ് ഞാൻ എന്നെ മോൾഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവരൊക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ ജോലി, ഫാമിലി അല്ലെങ്കിൽ സൊസൈറ്റി സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞ് ഒരു സമയത്ത് അവർ ആർട്ട് ഡിറ്റാച്ച്ഡ് ആയി പോയ ആളുകളാണ്. ഞാൻ ഡിറ്റാച്ച്ഡ് ആയിട്ടില്ല. എനിക്കതാണ് വേണ്ടതെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തതും അവരെ കണ്ടിട്ടാണ്. തരുൺ എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ അച്ഛൻ്റെ അൺഫുൾഫിൽഡ് ആയിട്ടുള്ള ഡ്രീംസ് ആണ് തരുൺ ഇപ്പോൾ സാക്ഷാത്കരിക്കുന്നത്? അതായത് അച്ഛനൊക്കെ പണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയപ്പോൾ ഇങ്ങനെ ആഗ്രഹം കൊണ്ട് പോയപ്പം ഇറക്കി വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നാടകക്കാരനാണ്, ഇയാൾക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഇറക്കി വിട്ടിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല. എൻ്റെ അസിസ്റ്റൻസിൻ്റെ അടുക്കൽ എൻ്റെ ഡയറക്ഷൻ ടീമൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യണം, വൈക്കത്തെ വീട്ടിലാണ് സ്റ്റേ ചെയ്യണം. അപ്പം ഇങ്ങനെ അവരുടെ അടുക്കൽ പണ്ട് എന്നെ ഇങ്ങനെ ഓഡീഷൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കൊണ്ടുപോയിട്ട് എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്, ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയണ പെയിൻഫുൾ സ്റ്റോറീസ് അവരുടെ അടുക്കെ ഷെയർ ചെയ്യുന്നത് ഞാൻ അറിയാറുണ്ട്. എൻ്റെ അടുക്കെ സ്ട്രേറ്റ് പറഞ്ഞിട്ടില്ല ഒരിക്കലും ഇത്. അപ്പം ഞാൻ ഒരിക്കലും എൻ്റെ മുന്നിൽ അഭിനയിക്കാൻ വരുന്ന ആർട്ടിസ്റ്റിൻ്റെ അടുക്കയിൽ ഒരിക്കലും അങ്ങനെ ബിഹേവ് ചെയ്തെന്ന് പഠിച്ചത് ആ ഇമോഷനിൽ നിന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ ലൈഫിൽ അച്ഛന് അങ്ങനെയുള്ള ഇമോഷൻസ് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ വെളിച്ചന്മാർക്ക് നാടകക്കാരെന്ന് പറയുന്നത് എന്തോ ഭയങ്കരമായ ഇപ്പം അവർ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ ലൗഡായിട്ട് പെർഫോം ചെയ്യും. അവരുടെ ആക്ടിങ് രീതി അങ്ങനെയാണ്. നമ്മൾ അമ്പലപ്പറമ്പിൽ ഇത്രയും വലിയ ക്രൗഡിൻ്റെ മുന്നിൽ നിന്ന് ചെയ്യുമ്പോൾ അവരുടെ ശബ്ദം എപ്പോഴും അങ്ങനെയാണ്. അവർ ചിലപ്പോൾ ഓവർ ആക്ട് ചെയ്യേണ്ടി വരാറുണ്ട്. ഇറ്റ്സ് പാർട്ട് ഓഫ് ദാറ്റ് ആർട്ട്. പക്ഷേ അവരെ കൃത്യമായി മോൾഡ് ചെയ്യേണ്ടത് സംവിധായകൻ്റെ ജോലിയാണ്.
അപ്പോൾ ഞാൻ എപ്പോഴും കാണുന്ന ഒരു നാടക കലാകാരനോ അല്ലെങ്കിൽ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ കഥകളി ആർട്ടിസ്റ്റോ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ മോൾഡ് ചെയ്ത് എനിക്ക് വേണ്ട ക്യാരക്ടർ ആക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്ടർ കുപ്പായം ഇട്ട് അവിടെ ഇരിക്കരുത്. ഞാനാണ് അവിടുത്തെ വേസ്റ്റ്. ഇത് പലപ്പോഴും സമയം നാടകക്കാരനാണ്, അയാൾ ഓവർ ആക്ടിങ് ആണെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു സമയത്ത് ആക്ടിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് കഥകളി, ഞാൻ എല്ലായിടക്കിലും കഥകളി ആർട്ടിസ്റ്റ് ആണെന്ന് പറയും. എനിക്ക് ഭയങ്കര എന്താ പറയുക, പ്രൗഡായിട്ട് തന്നെ ഞാൻ പറഞ്ഞ കഥകളി ആർട്ടിസ്റ്റ്. പക്ഷേ കഥകളി ആർട്ടിസ്റ്റാണെന്ന് പറയുമ്പോൾ കഥകളി ആർട്ടിസ്റ്റ് ആണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും ഏത് ആർട്ടിസ്റ്റും ഞാൻ എൻ്റെ പ്രിഫറൻസ് എൻ്റെ ക്യാരക്ടറിന് വേണ്ട ഒരു ഫിസിക്കൽ ഫീച്ചർ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ദ ബെസ്റ്റ് ഔട്ട്പുട്ട് വാങ്ങുക എന്നുള്ളത് ആ ക്രൂവിൻ്റെ അല്ലെങ്കിൽ ആ ഡയറക്ടറിൻ്റെ കപ്പിത്താൻ്റെ ഇതാണ്. അവരെ കംഫർട്ടാക്കുക, അവർക്ക് വേണ്ട ഫീഡിങ്സ് കൊടുക്കുക. ഇതിപ്പം ഒരിക്കലും ആ മേക്കേഴ്സിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടക്ക് 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 എന്ന് പറഞ്ഞാൽ ബിസിനസ്, മണി, ഇത്ര ദിവസം ഷൂട്ട് തീർക്കണം എന്ന് പറയുന്നത് ഭയങ്കര പ്രഷർ കുക്കറിലായിരിക്കും മേ ബി ഡയറക്ടേഴ്സ്. അപ്പോൾ അവരൊരു റിസ്ക് എടുക്കാൻ മുതിരാത്തതായിരിക്കാം. അവർക്ക് ആക്ടേഴ്സ് ആണെങ്കിൽ ഭയങ്കര സ്പീഡിൽ പരിപാടി തീർത്ത് പോകും. പക്ഷേ മോർ ദാൻ അതിനേക്കാൾ ഞാൻ വിശ്വസിക്കുന്നത് ഫ്രഷ്നെസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ ഒരു ഫിലിം മേക്കിങ്ങിൽ സ്റ്റോറി ടെല്ലിങ്ങിനോടൊപ്പം തന്നെ പണിയെടുക്കേണ്ട ഒരു ഏരിയയാണ് കാസ്റ്റിംഗ്. ഞാൻ അത്രയേറെ എൻ്റെ 3 സിനിമകൾ, ഈ 3 സിനിമകളിലും കാസ്റ്റിംഗ് എന്ന് പറയുന്നതിന് വേണ്ടി ഞാൻ അത്രയേറെ എഫേർട്ട് എടുക്കാറുണ്ട്. 80% പുതിയ ഫേസ് തുടരുവിലും ഒരുപാട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരുപാട് പുതിയ മുഖങ്ങളുണ്ട്. സംസാരിക്കപ്പെടും. ലാലേട്ടനും ശോഭന മാമിനും ഒപ്പം തന്നെ സംസാരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് അഭിനയിക്കുന്ന നടന്മാരുണ്ട്. അതാണ് ആക്ച്വലി എൻ്റെ സന്തോഷം ഒരു സിനിമ കഴിയുമ്പം. ഇപ്പം ഓപ്പറേഷൻ ചാവ കഴിയുമ്പം ഞാനൊരു ബിനു പപ്പുവിനെ ക്രിയേറ്റ് ചെയ്തു, ലുക്മാനെ ക്രിയേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് ക്രിയേറ്റ് ചെയ്ത് ഞാൻ അഹങ്കാരത്തിലല്ല പറയണത്. അന്ന് ഞങ്ങൾ ആരും ഒന്നും അല്ലായിരുന്നു. ഇപ്പം ഓപ്പറേഷൻ ചാവ ചെയ്യണ സമയത്ത് എല്ലാവർക്കും ഇൻഡസ്ട്രിയിൽ ഇത് എന്ത് സിനിമ, ഇത് ആര് തിയേറ്ററിൽ വന്ന് കാണാമെന്നുള്ളൊരു ഇമേജ് ആയിരുന്നു തുടക്കകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങളത് 1-0 ഇപ്പം പോസ്റ്റേഴ്സ് മുതൽ ക്രിയേറ്റ് ചെയ്ത് അതിനൊരു ഫാൻ ഫോളോയിങ് ഉണ്ടാക്കി, തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരുന്ന ഒരു ട്രെയിലർ ഉണ്ടാക്കി. അന്ന് വന്ന് ഇപ്പം അതിൽ അഭിനയിച്ച ബാലു, അയാൾ ഇപ്പോൾ ഒരു നായക നടൻ എന്നുള്ള രീതിയിലോട്ടും നല്ല ഫിലിം ചൂസ് ചെയ്യുന്നു. ലുക്മാൻ, അയാൾക്ക് വെരി ഗുഡ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഞാൻ ബിഫോർ ഐ ഫോർഗെറ്റ്, അച്ഛൻ്റെ നാഷണൽ അവാർഡ് മകന് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അച്ഛൻ എന്താണ് വന്ന് പറഞ്ഞു തരുന്നത്? ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം സെൻസ് എനിക്ക് കിട്ടുന്ന കോളുകൾ പോലെ തന്നെ പുള്ളിക്കും കോളുകൾ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് അന്ന് വൈകുന്നേരം മുതൽ തന്നെ നിർത്താണ്ട് 2 ദിവസം ഫുൾ അതേ കോളുകൾ തന്നെ അച്ഛന് നാഷണൽ അവാർഡ് കിട്ടിയ പോലെ തന്നെയാണ് അച്ഛനും കിട്ടിക്കൊണ്ടിരുന്നത്. അത് നമ്മുടെ പുള്ളിയുടെ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്ത പോലൊരു മൂവ്മെൻ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. കൂടെ വന്നിരുന്നോ? ഇല്ലില്ല, വൈഫാണ്. നമുക്ക് 2 പേരല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വൈഫാണ് കൂടെ വന്നത്. ഇറ്റ്സ് ഗുഡ്. ബിക്കോസ് ഐ എം ജസ്റ്റ് ട്രൈങ് ടു സീ. കാരണം അച്ഛന് നാടകത്തിനോട് ഇത്രയും താല്പര്യം ഉണ്ടായിരുന്നു, ആക്ടിങ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആക്ടിങ് ചെയ്യാൻ ഒരു ആഗ്രഹം ഇല്ലാത്തതാണ്. സിനിമ പണ്ടൊക്കെ മറ്റേന്ന് വെച്ചാൽ ഇങ്ങനെ ആലോചിച്ച് നിർബന്ധത്തിൻ്റെ പുറത്ത് കൂടെ പോയതാണ്. ഇങ്ങനെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യാനും അങ്ങനെയൊക്കെ പോയതാണ്. ഞാൻ എൻ്റെ ഓപ്പറേഷൻ ചാവയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു. അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു ബസ് കണ്ടക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു കാരണവശം ചെയ്യலை. ഞാൻ ചെയ്യും, നീ നല്ല ഏതെങ്കിലും നടനെ കൊണ്ട് ചെയ്യിക്കും, ഞാൻ നല്ല വന്ന് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ വന്ന് നിനക്കതൊരു ബാധ്യതയാവും. അവരൊക്കെ പറയും അച്ഛനെ അഭിനയിപ്പിക്കാൻ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ആ ക്യാരക്ടറിന് അച്ഛൻ്റെ ഫേസ് ഓക്കെയാണ്, വന്ന് അഭിനയിച്ചാൽ മതി. പിന്നെ ഞാനിത് കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ പിന്നെ എൻ്റെ ഡയറക്ഷൻ ടീമിനെ കൊണ്ടുവന്ന് ചെയ്യിക്കണം, വന്ന് ചെയ്യുന്ന നിർബന്ധിക്കുന്ന പിന്നെ അവന്മാരാണ് ഓപ്പറേഷൻ വന്ന് ചെയ്യിച്ചാന്ന് പറഞ്ഞാൽ അവന്മാർ വന്ന് ചെയ്യിക്കും. സൗദിയിലും ഇതുപോലെ തന്നെ ഒരു വലിയ എപ്പിസോഡ് അന്ന് കട്ടായി കളഞ്ഞാൻ, അച്ഛനെ കട്ട് ചെയ്ത് കളഞ്ഞാൻ. അതിൻ്റെ ലെങ്തും കാര്യങ്ങളും. അതിൻ്റെ അകത്ത് ലാസ്റ്റത്തെ മജിസ്ട്രേറ്റിനൊപ്പം നടക്കുന്ന ഒരു പിയൂണായിട്ട് കൂടെ ഉണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു എഴുത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഞാൻ പറഞ്ഞത് ഇതൊന്നും ചെയ്യേണ്ട, വന്ന് ചെയ്താൽ മതി. പുള്ളി ചെയ്തു. പക്ഷേ പാട്ടുകളൊക്കെ മാത്രമേ സിനിമയ്ക്കത്തുള്ളൂ. ഇതുപോലെ തന്നെ തുടരും ചെയ്യാൻ നേരത്ത് ഞാൻ പറഞ്ഞു ഒരു വേഷം ചെയ്യണം. ഞാൻ ചെയ്യുന്നില്ല. അത് ഇവർ വലിയ ആർട്ടിസ്റ്റുകൾ ചെയ്യുമ്പോൾ ഞാൻ അതിനൊരു ബാധ്യതയാവും. ഇത് തന്നെ പറയണേ. അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള അസിസ്റ്റൻ്റ് നിർബന്ധിക്കും. കാരണം എനിക്ക് നിർബന്ധിക്കണമെങ്കിൽ അവരുമായിട്ട് കുറച്ചും കൂടി അറ്റാച്ച്ഡാണ്. അപ്പോൾ ഞാനിങ്ങനെ നിർബന്ധിക്കുന്ന പറയുമ്പോൾ അവർ നിർബന്ധിച്ച് അവസാനം ഞാൻ വന്ന് അഭിനയിച്ചൊക്കെ കാണിക്കാം നിങ്ങളുടെ മുന്നിൽ, എന്നാൽ അതൊക്കെ ഓക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി എന്നുള്ള അങ്ങനത്തെ ഡിമാൻഡുകളൊക്കെ. അപ്പം പിന്നെ വന്ന് അപ്പം ഫർഹാൻ്റെ ഫാദറായിട്ട് ഒരു വേഷം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ കൊടുത്തിട്ട് ഏറ്റവും വലിയ ട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ലാലേട്ടനൊപ്പം ഒരു കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക്
അതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. എക്സൈറ്റഡ് ആയിരിക്കും. 100%. അത് ഡബ്ബൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണ ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെ വന്ന് ഇമ്പ്രവൈസ് ഒക്കെ ചെയ്യണ കാണുമ്പോൾ ആഹാ, മോഹൻലാലിനൊപ്പം ഒരു സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ പറ്റിയത് ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട് അത്. കഥകളിയുടെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞു തന്നിരിക്കുന്ന കഥകളാണ് എനിക്കെല്ലാം അറിയാം. അതുപോലെ തന്നെ കഥകളി കളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ പുരാണങ്ങളും കവർ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. തരുണിനോ സ്പെസിഫിക്കലി ഏറ്റവും കോംപ്ലെക്സും ഇൻട്രസ്റ്റിങ്ങും ഇൻട്രീഗിങ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ഈ കഥകളിൽ നിന്ന് ഏതാണ് ഇഷ്ടം? അത് എപ്പോഴെങ്കിലും ഒന്ന് അഡാപ്റ്റ് ചെയ്യണം ഫോർ ദ മൂവീസ് എന്ന് തോന്നുവാണെങ്കിൽ അത് ഏതായിരിക്കും? ഇല്ല, ഞാൻ അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അതിവിടെ സംഭവിക്കാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനിവിടെ ഒരു സെൻസർ ബോർഡുണ്ട്. എന്ത് കാണിക്കണമെന്ന് ഇവിടെ നിയമങ്ങളുണ്ട്. അതിൽ നിന്നുകൊണ്ടൊരു സിനിമ വരികയും അതിന് പിന്നാലെ ആളുകൾ പോകുന്നതിനെയും ഞാൻ ഭയക്കുന്നില്ല. എനിക്ക് പേടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരുപാട് പേഴ്സണൽ ആകുമ്പോൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞതിനെ ഞാൻ ഭയങ്കരമായിട്ട് ഭയക്കുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലാവും. മാം പ്രോപ്പറായിട്ട് ഡാൻസറാണ്, അല്ലെങ്കിൽ പാഞ്ചാലിനെ പറഞ്ഞ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ചെയ്തിട്ടുള്ള ലളിതയിൽ ഒരു കൈൻഡ് ഓഫ് പാഞ്ചാലിയുടെ ഒരു ലെയർ കിടപ്പുണ്ട് കേട്ടോ. അപ്പം പെട്ടെന്ന് കണക്റ്റ് ആവും. ജാവയിൽ ഞാൻ താമസിക്കുന്ന പ്രൊഡക്ഷൻ ഫ്ലാറ്റിൻ്റെ താഴെ മിറ്റടിച്ചുകൊണ്ടിരുന്ന ചേച്ചിനെ ഇപ്പോൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്.